നമസ്കാരം. ഓരോ പുലരിയും ശുഭദിനമാകട്ടെ എന്ന് ആശംസിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ ദിനാരംഭത്തിൽ തന്നെ അശുഭ വാർത്തകൾ കേൾക്കേണ്ടി വരുന്നത് അത്ര സുഖകരമല്ല. പ്രത്യേകിച്ച് വാഹനാപകടങ്ങൾ, നിരത്തിൽ പൊലിയുന്ന ജീവനുകൾ, ഇതെല്ലാം വല്ലാത്ത അലോസരം ഉണ്ടാക്കുന്ന വാർത്തകളാണ്. ഇന്ന് രാവിലെ തൃശൂർ കേച്ചേരിയിൽ കാറുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ സ്ത്രീ മരിച്ചു. 4 പേർക്ക് പരിക്കേറ്റു. ഇരട്ടി ഉളിക്കൽ സ്വദേശികളായ പുതുമനമൊഴിയിൽ വീട്ടിൽ റോബർട്ടിന്റെ ഭാര്യ ഡെന്നിയാണ് മരിച്ചത്. കുട്ടനാട് വ്യായാമത്തിനിടെ ഒരു കുരുന്നു ജീവൻ അപകടത്തിൽ പൊലിഞ്ഞു. വാർത്താ നേരത്തിൽ ഇത്തരം വാർത്തകൾ പ്രേക്ഷകരെ അറിയിക്കാതെ വയ്യ. ആദ്യം ന്യൂസ് ടൈമിലെ ഇന്നത്തെ പ്രധാന വാർത്തകൾ നോക്കാം. വി ഡി സതീശനെതിരായ CBI അന്വേഷണ ശുപാർശയിൽ പ്രതികരിച്ച MV ഗോവിന്ദൻ. CBI അന്വേഷണം ഞങ്ങൾ അവസാന വാക്കായി കാണുന്നില്ലെന്ന് MV ഗോവിന്ദൻ. CPMന്റെ അവസാനത്തിന്റെ ആരംഭം കുറിച്ചു കഴിഞ്ഞതായി BJP. മുൻ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാരക പരിക്കേറ്റിട്ടും പാഠം പഠിക്കാൻ അവർ തയ്യാറായിട്ടില്ലെന്നും സുരേന്ദ്രൻ. ഉയരക്കുറവ് പരിഹരിക്കാനുള്ള വ്യായാമത്തിനായി വീടിന്റെ അടുക്കളയിൽ തൂക്കിയിട്ടിരുന്ന പ്ലാസ്റ്റിക് കയറിൽ കുരുങ്ങി വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം. കുട്ടനാട് പുളിക്കൽ വീട്ടിൽ അലിമോന്റെ മകൾ 11 വയസ്സുള്ള ആയിഷ ഹിഫയാണ് മരിച്ചത്. വിശദമായ വാർത്തകളിലേക്ക് പോകാം. വി ഡി സതീശനെതിരായ CBI അന്വേഷണ ശുപാർശയിൽ പ്രതികരിച്ച MV ഗോവിന്ദൻ. CBI അന്വേഷണം ഞങ്ങൾ അവസാന വാക്കായി കാണുന്നില്ലെന്നാണ് അദ്ദേഹം തൃശൂരിൽ പറഞ്ഞത്. വിദേശ പണം സംബന്ധിച്ച അന്വേഷണമാണ്. ഉചിതമായ തീരുമാനം എടുക്കേണ്ടത് സർക്കാരാണ്, MV ഗോവിന്ദൻ പറഞ്ഞു. അല്ല, ഞാനതാ പറഞ്ഞത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഏജൻസി എല്ലാ കാലത്തും വരുന്നുണ്ട്. നോട്ടീസ് വരും, അതുപോലെ തന്നെ വ്യത്യസ്ത രീതിയിലുള്ള ഇടപെടൽ വരും, അതൊക്കെ വരുന്നുണ്ട്. അതും ഇതും തമ്മിൽ താരതമ്യം ചെയ്യേണ്ട കാര്യമില്ല. ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെയോ സംസ്ഥാന ഗവൺമെന്റിന്റെയോ ഒരു പ്രശ്നം മാത്രമല്ല. വിദേശത്തുള്ള പണം അവിടെ പോയി യോഗം ചേരാനും പണം സ്വരൂപിക്കാനൊന്നും ആർക്കും അവകാശമില്ലല്ലോ. അങ്ങനെ വന്ന കാര്യം വെച്ചുകൊണ്ട് എന്താണ് നിയമപരമായ കാര്യം എന്നുള്ളത് ഗവൺമെന്റ് ആലോചിക്കുക മാത്രമേ പറയാൻ പറ്റുള്ളൂ. മുഖ്യമന്ത്രിയാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത്. ഗവൺമെന്റാണ് തീരുമാനിക്കേണ്ടത്. ഒരു വർഷം മുമ്പ് കൊടുത്ത ശുപാർശ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം CBI അന്വേഷണം എന്ന് പറയുന്നത് എല്ലാറ്റിൻ്റെയും അവസാന വാക്കാണെന്നുള്ള നിലയിൽ ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. പക്ഷേ ഇത് വിദേശവുമായിട്ട് ഉൾപ്പെടെ ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യം അന്വേഷിച്ച് അതിൻ്റെ ഭാഗമായിട്ടുള്ള റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് തീരുമാനിക്കേണ്ട കാര്യമാണ് ഞങ്ങൾ അംഗീകരിക്കുന്നത്. CPMന്റെ അവസാനത്തിന്റെ ആരംഭം കുറിച്ചു കഴിഞ്ഞതായി BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. കൊടുങ്ങല്ലൂരിൽ യുവമോർച്ച നേതാവായിരുന്ന സതീഷിന്റെ ബലിദാന ദിനത്തിൽ നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു K. സുരേന്ദ്രൻ. എന്നാൽ ഇന്ന് CPM ഈ മുനിസിപ്പാലിറ്റിയിൽ ഭരണം നിലനിർത്താൻ കോൺഗ്രസിന്റെയും മതമൗലികവാദികളുടെയും അടുക്കള നിറഞ്ഞേണ്ട സാഹചര്യത്തിലേക്ക് അവർ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ അവസരത്തിൽ നാം കാണുന്നത്. ഇന്ത്യ മുന്നണി യാഥാർത്ഥ്യമായ സ്ഥലമാണ് കൊടുങ്ങല്ലൂർ. പരസ്പരം മറ്റെല്ലായിടത്തും മത്സരിക്കുന്ന കൊടുങ്ങല്ലൂരിൽ CPMും കോൺഗ്രസും ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും അങ്ങനെയുള്ള എല്ലാ നാടിന്റെ ശത്രുക്കളായിട്ടുള്ള എല്ലാവരും, ഉണ്ണികൃഷ്ണനോട് പറഞ്ഞു BJPയുടെ പരാജയപ്പെടുത്താനാണ് അവർ വന്നത്. BJPയുടെ ശത്രുക്കളല്ലാതെ ഈ നാടിന്റെ ശത്രുക്കളെയാണ് നിങ്ങൾ കൂട്ടുപിടിച്ചിരിക്കുന്നത്. ഈ നാടിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന, നാട് മുഴുവൻ കലാപങ്ങൾ ആസൂത്രണം ചെയ്യാൻ ശ്രമിക്കുന്ന നിരോധിത ഭീകരവാദ സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് കൊടുങ്ങല്ലൂരിൽ ഇടതുപക്ഷ മുന്നണി മുനിസിപ്പാലിറ്റിയിൽ ഭരണം നിലനിർത്തിയത് എന്ന് പറയുമ്പോൾ എത്രമാത്രം ലജ്ജാകരമായ അവസ്ഥയിലാണ് ആ പാർട്ടി ഇന്ന് എത്തി നിൽക്കുന്നത്. ഈ തവണ അധികാരം കിട്ടിയില്ലെങ്കിൽ CPMന്റെ പൊടി പോലും ഉണ്ടാകില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാരക പരിക്കേറ്റിട്ടും പാഠം പഠിക്കാൻ അവർ തയ്യാറായിട്ടില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് ER ജിതേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി KP ഉണ്ണികൃഷ്ണൻ, AR ശ്രീകുമാർ, PS അനിൽകുമാർ, പ്രിൻസ് തലാശ്ശേരി, KR വിദ്യാസാഗർ, പ്രശാന്ത് ലാൽ, വിനീത ടിങ്കു, രശ്മി ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ഉയരക്കുറവ് പരിഹരിക്കാനുള്ള വ്യായാമത്തിനായി വീടിന്റെ അടുക്കളയിൽ തൂക്കിയിട്ടിരുന്ന പ്ലാസ്റ്റിക് കയറിൽ കുരുങ്ങി വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം. കുട്ടനാട് പുളിക്കൽ വീട്ടിൽ അലിമോന്റെ മകൾ 11 വയസ്സുള്ള ആയിഷ ഹിഫയാണ് മരിച്ചത്. വട്ടേനാട് GVHSS 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്.
ഉയരക്കുറവ് പരിഹരിക്കാനുള്ള വ്യായാമത്തിനായി വീടിന്റെ അടുക്കളയിൽ തൂക്കിയിട്ടിരുന്ന പ്ലാസ്റ്റിക് കയറിൽ അബദ്ധത്തിൽ കുരുങ്ങിയാണ് കുട്ടി മരിക്കാനിടയായതെന്ന് വീട്ടുകാർ മൊഴി നൽകി. കുട്ടിയുടെ മാതാവും സഹോദരിയും പുറത്തുപോയ സമയത്താണ് അപകടം ഉണ്ടായത്. മാള കോട്ടമുറി കോട്ടയ്ക്കൽ സെന്റ് തെരേസാസ് ദേവാലയത്തിലെ കപ്പേളയിൽ മോഷണം. നേർച്ചപ്പെട്ടികൾ കുത്തി തുറന്ന മോഷ്ടാക്കൾ പണം കവർന്നു. കപ്പേളയ്ക്കുള്ളിലെ 2 നേർച്ചപ്പെട്ടികളും സമീപത്ത് സ്ഥാപിച്ചിരുന്ന ഒരു നേർച്ചപ്പെട്ടിയും കുത്തിപ്പൊളിച്ചാണ് പണം കവർന്നിരിക്കുന്നത്. ഭണ്ഡാരം പൊളിക്കാൻ ഉപയോഗിച്ച കോടാലി സമീപത്ത് കണ്ടെത്തി. ചില്ലറക്കാശ് ഉപേക്ഷിച്ച മോഷ്ടാക്കൾ നോട്ടുകൾ മാത്രമാണ് കവർന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം. തിങ്കളാഴ്ച പുലർച്ചെ ദേവാലയത്തിൽ എത്തിയ കപ്പ്യാരാണ് മോഷണ വിവരം അറിഞ്ഞത്. മാള പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ആളൂർ തുരുത്തിപ്പറമ്പ് വിനോദ് സ്മാരക സാംസ്കാരിക നിലയത്തിന്റെ ഈ വർഷത്തെ മാധ്യമ പുരസ്കാരം ഡിനോ കൈനാടത്തിന് സമ്മാനിച്ചു. സാംസ്കാരിക നിലയത്തിന്റെ 20ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ സാംസ്കാരിക സമ്മേളനത്തിൽ തൃശൂർ ജില്ലാ പ്രസിഡന്റ് മേരി തോമസ് പുരസ്കാരം നൽകി. സാംസ്കാരിക നിലയം പ്രസിഡന്റ് ജിൻസൺ ചാദേലി അധ്യക്ഷത വഹിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ് മുഖ്യാതിഥിയായിരുന്നു. ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസിലി ഫ്രാൻസിസ്, സാംസ്കാരിക നിലയം പ്രഥമ പ്രസിഡന്റ് ബൈജു കണ്ണൂക്കാടൻ, ആളൂർ പഞ്ചായത്ത് 10ാം വാർഡ് മെമ്പർ MC ഷാജു, മാള ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡെൻസി ഡെൻപോൾ, മാള ബ്ലോക്ക് ടൗൺ സഹകരണ സംഘം പ്രസിഡന്റ് അയ്യപ്പൻ അങ്കാരത്ത്, K അതുൽ, കൊരട്ടി പാതയം പ്രതിനിധി KN വേണു എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ മാനവ സംസ്കൃതി പുരസ്കാരം ചാലക്കുടി സൗത്ത് റോട്ടറി ക്ലബിനും ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് PK ശ്രീധരനും നൽകി. കോൺഗ്രസ് BJP അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെ DYFI മറ്റത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് മാർച്ച് നടത്തി. കോടാലിയിൽ നിന്നും ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് സമീപം പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. തുടർന്ന് നടത്തിയ പ്രതിഷേധ യോഗം DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിനകത്തേക്ക് വർഗീയതയെ കൊണ്ടുവരാൻ ആര് ശ്രമിച്ചാലും ആ വർഗീയതയെ ചെറുത്തു തോൽപ്പിക്കുക എന്നുള്ളത് ഈ കേരളത്തിന്റെ മലയാളത്തിന്റെ പാരമ്പര്യമാണ്, നമ്മുടെ രീതിയാണ്. നമ്മൾ ആഗ്രഹിക്കുന്നില്ല ഈ നാടിനകത്ത് BJPയും RSSും മറ്റേതെങ്കിലും ജമായത്തെ ഇസ്ലാമിയോ SDP പോലെയുള്ള വർഗീയവാദികൾ ജയിച്ചു വരണമെന്ന് ഈ നാട് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇവിടെ കണ്ട കാഴ്ച എന്താ? കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് സാക്ഷാൽ VD സതീശൻ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരണം ഞങ്ങൾക്ക് എന്നുള്ള വലിയ ആഗ്രഹം, അധികാര കൊതിമുത്ത് ഈ കേരളത്തിൽ നടത്താൻ പോകുന്ന വലിയ ഒരു ശ്രമമുണ്ട്. ആ ശ്രമത്തിന്റെ ട്രയൽ റണ്ണായിട്ടാണ് ഈ മറ്റത്തൂരിനെ അവർ കണ്ടിരിക്കുന്നത്. അതാണ് ഇവിടെ നമ്മുടെ മുമ്പിലുള്ള അനുഭവം. DYFI കൊടകര മേഖലാ സെക്രട്ടറി PD നെൽസൺ അധ്യക്ഷത വഹിച്ചു. DYFI തൃശൂർ ജില്ലാ സെക്രട്ടറി റോസൽ രാജ്, CPIM ഏരിയ കമ്മിറ്റി അംഗം MR രഞ്ജിത്ത്, DYFI മറ്റത്തൂർ മേഖലാ സെക്രട്ടറി CK ശ്രീജിത്ത്, നേതാക്കളായ PC ഉമേഷ്, PS പ്രശാന്ത്, PK രാജൻ എന്നിവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. VD സതീശനെതിരായ CBI അന്വേഷണ ശുപാർശയിൽ പ്രതികരിച്ച MV ഗോവിന്ദൻ. CBI അന്വേഷണം ഞങ്ങൾ അവസാന വാക്കായി കാണുന്നില്ലെന്ന് MV ഗോവിന്ദൻ. CPMന്റെ അവസാനത്തിന്റെ ആരംഭം കുറിച്ചു കഴിഞ്ഞതായി BJP. മുൻ സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാരക പരിക്കേറ്റിട്ടും പാഠം പഠിക്കാൻ അവർ തയ്യാറായിട്ടില്ലെന്നും സുരേന്ദ്രൻ. ഉയരക്കുറവ് പരിഹരിക്കാനുള്ള വ്യായാമത്തിനായി വീടിന്റെ അടുക്കളയിൽ തൂക്കിയിട്ടിരുന്ന പ്ലാസ്റ്റിക് കയറിൽ കുരുങ്ങി വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം. കൂറ്റനാട് പുളിക്കൽ വീട്ടിൽ അലിമോന്റെ മകൾ 11 വയസ്സുള്ള ആയിഷ ഹിഫയാണ് മരിച്ചത്. ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.